തിരുവനന്തപുരത്ത് 3 കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിൽ ചേർന്നു. ഡി.സി.സി മുൻ ജനറൽ സെക്രട്ടറിമാരായ തമ്പാനൂർ സതീഷ്, സി.എൻ. ഉദയകുമാർ എന്നിവരും കേരള സ്പോർട്സ് കൌൺസിൽ മുൻ അധ്യക്ഷ പത്മിനി തോമസുമാണ് ബി.ജെ.പിയിൽ ചേർന്നത്. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ, ബി.ജെ.പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതുതായി പാർട്ടിയിൽ ചേരാൻ എത്തിയവരെ സ്വീകരിച്ചത്. കെ. സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനുമൊപ്പം ബി.ജെ.പി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയാണ് കോൺഗ്രസ് നേതാക്കൾ അംഗത്വം സ്വീകരിച്ചത്. സ്വാഗതം, സുസ്വാഗതം. പത്മിനി തോമസിന് സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. അങ്ങയുടെ അനുഭവ സമ്പത്തും പരിചയ സമ്പത്തും ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ കെ. കരുണാകരനോടുള്ള പ്രവർത്തന പരിചയവും ഇനി തിരുവനന്തപുരത്തെ ബി.ജെ.പിയുടെ കുതിപ്പിലൊരു മുതൽക്കൂട്ടാകും. ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം ഡി.സി.സിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. തമ്പാനൂർ സതീശിനും പത്മിനിക്കുമൊപ്പം മുൻ ഡി.സി.സി ജനറൽ സെക്രട്ടറി വി.എൻ. ഉദയകുമാറും പ്രാദേശിക പാർട്ടി പ്രവർത്തകരും അംഗത്വം നേടി. പരാതികൾ കേൾക്കാൻ തയ്യാറാകാതെ കോൺഗ്രസ് അവഗണിച്ചെന്ന് പത്മിനി തോമസ് തുറന്നടിച്ചു. മനസ്സ് മടുത്താണെന്ന് തന്നെ പറയാം. കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ എനിക്കുണ്ടായി. പത്മിനി തോമസ് ഈ സംഘടനയിൽ വന്നിരിക്കുന്നത് സ്ഥാനമാനങ്ങളൊന്നും നോക്കിക്കൊണ്ടല്ല. ഇന്ന് ഞാൻ ഒരു സ്ഥാനമാനത്തിൻ്റെയും പുറകെ പോയിരുന്നു. ഈ ബി.ജെ.പി വരുമ്പോഴും ഞാൻ ഒരു സ്ഥാനമാനവും നോക്കിയല്ല ഞാൻ വന്നിരിക്കുന്നത്. കാരണം മോദിജി, ഞാൻ എപ്പോഴും നല്ല ഒരു ഇതിൽ കാണുന്ന മോദിജിയുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. കായിക രംഗത്ത് എന്തുമാത്രം കാര്യങ്ങളാണ് മോദിജി ചെയ്യുന്നത്. മോദിയുടെ ഗ്യാരണ്ടിയാണ് കോൺഗ്രസുകാർ ബി.ജെ.പിയിലേക്ക് പോകാൻ കാരണമെന്ന് തമ്പാനൂർ സതീഷ്. ഇന്ന് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ കിടക്കുന്നത് കണ്ടു. കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്നവർ കൊണ്ട് കോൺഗ്രസിന് ഒരു പ്രശ്നവും വരില്ല എന്നാണ് ചില നേതാക്കളൊക്കെ പ്രസ്താവിച്ചിട്ടുള്ളത്. ഇത് തുടക്കമേ ആയിട്ടുള്ളൂ. കേരളത്തിലെ 14 ജില്ലകളിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ കുത്തൊഴുക്കായിരിക്കും ബി.ജെ.പിയിലേക്കെന്ന് മുന്നറിയിപ്പ് കോൺഗ്രസ് നേതാക്കന്മാർ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇരു മുന്നണികളിൽ നിന്നും കൂടുതൽ നേതാക്കൾ ബി.ജെ.പിയിലെത്തുമെന്ന് കെ. സുരേന്ദ്രൻ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയിലെ കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസ് ക്യാമ്പിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം.